ഹലോ ഫ്രണ്ട്സ്, മെട്രി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാലക്കാട് കല്യാൺ സിൽക്സിൽ പോയത് കേട്ടോ. അപ്പോൾ അല്ലുവിനെയും അക്കുവിനെയും ഡ്രസ്സിനൊക്കെ വേണ്ടി പോയതാണ്. അപ്പോൾ കൂടെ അനുക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് അച്ഛനും അമ്മനെയും കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ആ കാഴ്ചയാണിത്. അപ്പോൾ അനുക്കുട്ടി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അല്ലു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്കും അല്ലു ഒരേ സെലക്ഷൻ ആയിരുന്നു. എനിക്ക് ആ ഡ്രസ്സ് വേണം, ഈ ഡ്രസ്സ് വേണം, അത് പോരാ, ഇത് പോരാ, അങ്ങനൊരു 10-15 ഡ്രസ്സ് മാറി മാറി കിട്ടും. അല്ലു അതിന് സ്ട്രോബറിയുള്ള ഉടുപ്പ് എടുത്തുട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് മടുത്തിട്ടാവാം അക്കുകൂട്ട് ഇറങ്ങി ഓടിയായിരുന്നു. അക്കുവിൻ്റെ ഓട്ടോ ഏതാണ്ട് അവസാനിച്ചത് കുറേ ദൂരം ശേഷം അവിടെ എന്തോ ഒന്ന് കണ്ടപ്പോഴാണ് കണ്ണി കുടുങ്ങിയ സാധനം എടുക്കാൻ വേണ്ടി നിർത്തി ഓടിയതാണേ. അതായത് സംഭവം റബ്ബർ ബാൻഡ് ആയിരുന്നു. അവൻ അതും എടുത്ത് പിന്നെ കുറേ നേരം അതും വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് താഴേക്ക് വന്നിട്ടോ. താഴേക്ക് വന്നപ്പോഴത് അല്ലുവിന് മറ്റൊരു ആഗ്രഹം, അവിടെ മേക്കപ്പ് സെറ്റിൻ്റെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ആ ചേച്ചിയോട് പറഞ്ഞ് ചുണ്ടി തേക്കാനും കണ്ണി തേക്കാനും കവളി തേക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അവൾക്ക്. ആ കെല്ലെങ്കിനെ കുറച്ച് മേക്കപ്പിനോട് ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു അവൾ. അങ്ങനെ ആ ചേച്ചിയോട് പോയി, ചേച്ചി എനിക്ക് ചുണ്ടി തേച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേച്ചീന് പയ്യോ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. സംഭവം അവർക്കൊരു കച്ചവട ബുദ്ധിയാണെങ്കിൽ പോലും അല്ലോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടോ. യൂട്ടിലൈസ് മാത്രമല്ല, അവൾ പലത് എന്നെ കൊണ്ട് പേടിപ്പിക്കുകയും ചെയ്തു. ഇത് ഓരോ നട്ട ശേഷം അവൾ കണ്ണാടി ചെന്ന് നോക്കിയിട്ട് കൊള്ളാം എന്നത് ഒരു ആത്മസംതൃപ്തിയോടെ വീണ്ടും പോയിട്ട് അടച്ചിരുന്നുണ്ട്. അങ്ങനെ എൻ്റെ അമ്മയ്ക്കൂടി ഇട്ട് കൊടുക്കുക ചോദിച്ചിട്ടാ. അപ്പോൾ പറഞ്ഞ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കില്ല, അമ്മ വേണേൽ മേടിക്കട്ടെ പറഞ്ഞ ചേച്ചി. അങ്ങനെ നിർബന്ധിച്ച് അവളെ കൊണ്ട് മേടിച്ച് ഞാൻ ബില്ലടിക്കണമെന്ന് ഉറപ്പ് വരുത്താൻ പോലും അവൾ മടിച്ചില്ല. ഞാൻ ചിലപ്പോൾ തിരിച്ചു കൊടുക്കുമെന്ന് പേടിച്ച് അവളെ കൂടെ നിന്ന് പേടിപ്പിച്ചിട്ടാണ്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ തിരിച്ച് നടന്ന് ഓട്ടോയിൽ കയറി പിന്നെ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ടോ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്ന് നേരെ അവിടെ നിന്ന് ബസ്സും കയറി വീട്ടിലോട്ട് വന്നേ. അപ്പോൾ അല്ലുവിൻ്റെയും അക്കുവിൻ്റെയും മറ്റു വികൃതിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്. ബൈ ബൈ.